ഗൈസ് നമുക്കൊരു ഷോർട്സ് കാണാം. നിങ്ങൾക്ക് തോന്നും ഇത് കഴിഞ്ഞില്ലേന്ന്. ഇതെന്താ കഴിയാത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ സംസാരിച്ച് നിർത്തിയൊരു കാര്യമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ഓൾറെഡി നമ്മുടെ തമാശക്ക് ഇങ്ങനെ കളിയാക്കുമായിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം പുറത്തിറങ്ങിയപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ നോക്കിയത് അനുവിന്റെ കാര്യം അങ്ങനെ പുറത്ത് വന്നില്ലേ, എന്തുകൊണ്ട് വന്നില്ല എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം അനു ആര്യനും തമ്മിൽ ഇഷ്ടമാണ്, അവനെന്നെ നോക്കുന്നരി മുമ്പ് ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ പോലും ഞാനാണ് എനിക്കെപ്പോഴും സെന്ററിൽ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലാവർക്കും അങ്ങനെയാണ്, ഞാൻ അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഞാനങ്ങനെ നടുക്കിരിക്കുന്ന സമയത്ത് ഇപ്പത്തെ അനു വന്നിരുന്നു. ഓക്കെ, ഞാനൊരു ബ്ലൂ കളർ ഡ്രസ്സാണെന്ന് ഇട്ടത്. ആര്യൻ ആ ബ്ലൂ ഇട്ട് തന്നെ എന്റെ അടുത്ത് വന്നിരിക്കാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ രണ്ടുപേരും അടുത്താണ് ഇരിക്കുന്നത്. അപ്പോഴൊക്കെ നമ്മളെ കളിയാക്കുന്നുണ്ട്. അതൊന്നും പുറത്ത് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് പ്രവീൺ വന്നു. പ്രവീൺ വന്നപ്പോ ലവ് ട്രാക്ക് പിടിക്കാൻ ഒരു പ്രവീണിന്റെ അടുത്ത് വാഷ്റൂം ഏരിയയുടെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ റീഎൻട്രിക്ക് വന്നപ്പോഴും നമ്മുടെ മേക്കപ്പ് റൂമിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട്, എടാ നമ്മളെ ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കിയതല്ലേടാ, പക്ഷെ നടന്നില്ലല്ലോടാ. ആ ഒരു സാധനം അനു പറയുന്നുണ്ട്. ആ പ്രവീണോടും അനുവിന് ഇത് തന്നെ ആയിരുന്നില്ലേ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അനീഷേട്ടനോട് അനു എന്തൊക്കെയാണ് കാണിച്ചത്, അതൊക്കെയാണ് ഞാൻ വഴക്കില് ചോദിച്ചത്. ഈ വഴക്കുണ്ടാക്കിയ സമയത്തൊക്കെ എനിക്ക് പറയാൻ കൃത്യമായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതായത് അനീഷിനെ ഓരോന്നും പറഞ്ഞ് അനീഷേട്ടന്റെ മനസ്സ് അങ്ങനൊന്നും ആടുന്ന മനസ്സല്ലായിരുന്നു. ഞങ്ങളുടെ അനീഷേട്ടൻ അങ്ങനെ അല്ലായിരുന്നു. എന്നിട്ട് ആ മനുഷ്യനെ ലവ് യു എന്ന് പറഞ്ഞ് ഇച്ചായാന്ന് വിളിച്ച് എന്തൊക്കെയാണ് അതിലൂടെ കാണിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് അധികാരം ഇരിക്കുന്നു മറ്റുള്ളൊരാളെ കുറ്റം പറയാനായിട്ട്? ഞാൻ അതിന്റെ അടുത്ത് ചോദിച്ചപ്പോ അങ്ങ് സൈലന്റ് ആയിപ്പോയി അവിടെ. ക്വസ്റ്റ്യൻ മാർക്ക്. എന്തധികാരം എന്നുള്ള ഒരു ചോദ്യം അവിടെ പലർക്കും കൊടുക്കേണ്ടതാണ്. എന്തധികാരം എന്നുള്ള ആ ക്വസ്റ്റ്യൻ മാർക്ക് ഈ പറഞ്ഞ ആൾക്കും അതിലെ പല ആൾക്കാർക്കും വീതിച്ചു കൊടുക്കേണ്ടതാണ്, 2 പ്ലേറ്റ് വെച്ച്. ഹായ്, ഹലോ, നമസ്കാരം ഗൈസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് ഇസ് മൈ ലിപ്സ്റ്റിക്. എല്ലാവരും ചോദിച്ചിരുന്നു ലിപ്സ്റ്റിക്, നല്ല ലിപ്സ്റ്റിക്കാണ് നല്ല കമൻറ്റ് വന്നിരുന്നു. സോ ഐ ബോട്ട് ദിസ് ഫ്രം മീഷോ. നല്ല ഇതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമായെന്ന് പറഞ്ഞു, നല്ലതെന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ പിന്നെ ഞാനിത് പറയുന്നത് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് കണ്ടന്റ് ഇല്ലാണ്ടാന്ന്. ഞാൻ സംസാരിച്ച ടോപ്പിക്കിന് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് കൺക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ കേട്ടു അല്ലേ. അപ്പോൾ ഇത് വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത് ഗെയിം കഴിഞ്ഞിട്ടും പുറത്ത് വന്നിട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഗെയിം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം അനുമോള്, രേണു സുധി, ലക്ഷ്മി, പിന്നെ ആരാ, ഇവര് സ്ത്രീകളുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവരൊന്നും ഒരാളെയും പറ്റി കുറ്റം പറയാനോ പ്രശ്നങ്ങൾ പറയാനോ ഒന്നിനും നിൽക്കുന്നില്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് രന ഫാത്തിമ, ബിന്നിയാണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ ബിൻസി. അപ്പോൾ ഇന്റർവ്യൂസിലും അവർ കാര്യങ്ങൾ ചോദിക്കുന്നു. ഇന്റർവ്യൂസിലാണെങ്കിലും പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. അതായത് അനുമോൾക്ക് ആര്യനോട് ക്രഷ് ഉണ്ടായിരുന്നു, പ്രവീണോട് അത് തന്നെയാണ് കാണിച്ചത്, അനീഷിനോടും അത് തന്നെയാണ് കാണിച്ചതെന്നുള്ളത്. അതൊക്കെയാണ് ഞാൻ ചോദിച്ചതെന്നുള്ളത്. ഞാൻ സത്യമായിട്ടും ആര്യനോടുള്ള ഈ ക്രഷ് സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മിസ്സായതാണോ എന്ന് എനിക്കറിയില്ല. ലൈവിൽ ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം. അപ്പോൾ ഗ്രീൻ റൂമിൽ വെച്ചിട്ട് പുറത്തൊക്കെ വെച്ചിട്ടും ലവ് ട്രാക്ക് പിടിക്കണമെന്ന് വിചാരിച്ചാണോ, നടന്നില്ല. അപ്പോൾ ഈ ആര്യൻ്റെ ക്രഷിൻ്റെ സംഭവം ഒന്നും പുറത്ത് കാണിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതെന്താണ് ബിഗ് ബോസ് പുറത്ത് കാണിക്കാൻ? ഞാൻ ബിഗ് ബോസിനോടാണ് ചോദിക്കുന്നത്. കാരണം ഒരാൾക്ക് ഒരാളോട് ക്രഷ് തോന്നുക എന്ന് പറയുന്നത് ഇത്ര വലിയ വൃത്തിയായിട്ട കാര്യമൊന്നല്ലല്ലോ. ഇപ്പം ഈവൻ ആര്യൻ ഗിസേലും ഇഷ്യൂ ഉമ്മ വെച്ച കാര്യം തന്നെയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ ഉമ്മ വെച്ചോട്ടെ തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത്. ഒരു കൂട്ടം പ്രേക്ഷകർ കേട്ടോ, ഒരു കൂട്ടം പ്രേക്ഷകർ പറയുന്നത് ഇതൊരു ഷോ ആണ്, അപ്പോൾ ഷോയുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് ദേ ആർ ഇൻഡിവിജ്വൽസ്. അവർ മാരീഡ് അല്ല, അവർക്ക് പുറത്ത് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. അപ്പോൾ അവർക്ക് ഉമ്മ വയ്ക്കണേ ഉമ്മ വയ്ക്കാം. അത് അനുമോള് കണ്ടു എന്ന് പറയുന്നു, കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് ഇപ്പോഴും ക്ലാരിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴും അവര് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബിക്കോസ് ക്ലിപ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ ആ പുതപ്പെടുത്തിടുന്നതും കാലെടുത്ത് മേത്ത് വെക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടാണ്. അപ്പൊ അത്രയും കാണിച്ച സ്ഥിതിക്ക് ഇപ്പൊ ആര്യനും അനുമോളും തമ്മിൽ ക്രഷ് ഉണ്ടായിരുന്നു. അപ്പൊ ബ്ലൂ ഡ്രസ് ഇട്ടിട്ട് അവർ ഒരുമിച്ചിരിക്കാനായിട്ട് അവര് ഫൈറ്റ് നടന്നിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിലൊന്നും എനിക്കൊരു വ്യക്തതയില്ല. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് പറയാം. ഞാൻ കണ്ടിട്ടില്ല. ക്രഷ് ഉണ്ടെന്നാണ് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞത്. ആദ്യം ശൈത്യാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ അതൊരു ബ്രദർലി ഫീൽ ആ ഒരു രീതിയിൽ അനുമോൾ അവിടെ സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് കണ്ടു. ശൈത്യാണ് അത് ഇങ്ങനെ ഒരു ക്രഷിന്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞത്. ഈശ്വര, അപ്പുറത്തെ വീട്ടിൽ നിന്ന് പൂച്ച, നമ്മുടെ പൂച്ച അപ്പുറത്തെ വീട്ടില് മീനും എടുത്തോണ്ട് വരുന്നുണ്ട്. അപ്പോ വള്ളിയായോ എന്തോ. നമ്മുടെ ജോയില്ലേ, അപ്പുറത്തെ വീട്ടിൽ ചേച്ചി മീൻ നന്നാക്കി വെക്കും, അത് എടുത്തിട്ട് വരും പിള്ളേർക്ക് കൊടുക്കാനായിട്ട്. ഭയങ്കര അമ്മ സ്നേഹ, തായ്പാസം, തുളുമ്പത്.
ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അയ്യോ ടോപ്പിക്ക് മാറിപ്പോയി. അപ്പൊ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്രഷ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിൽ വേറൊരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചെന്താണെന്നറിയാമോ? ഒരാൾക്ക് ഒരാളോട് ക്രഷ് തോന്നുന്നത് ശരിയല്ല, പക്ഷെ തെറ്റല്ല. ക്രഷ് തോന്നാം, നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവില്ലേ? ഇല്ലേ അമ്മമാരെ, വീട്ടമ്മമാരെ, നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? പിള്ളേരെ, മക്കളെ, അനിയന്മാരെ, അനിയത്തിമാരെ, ചേച്ചിമാരെ ക്രഷ് തോന്നുന്നത് തെറ്റല്ല. അതൊരു വലിയ സംഭവമൊന്നുമല്ല. ഈ സീസണിലെ മെയിൻ ഹൈലൈറ്റ് എല്ലാ സീസണിലും ഉള്ള ആചാരങ്ങൾ തന്നെ ഈ സീസണിൽ വന്നതും അത് ചെയ്തത് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതുകൊണ്ടും ഒക്കെയാണ് ഇത് ഈ പ്രശ്നം ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അനുമോള് ആര്യനോട് ക്രഷ് ഉണ്ടായിരുന്നു, പ്രവീണോട് ഇത് തന്നെയാണ് കാണിച്ചത്, അനീഷിനോട് ഇത് തന്നെയാണ് കാണിച്ചത്. അപ്പൊ ആ ഒരു കുട്ടിയുടെ സ്വഭാവമാണ് അയ്യേ എന്നുള്ള രീതിയിൽ ഇവിടെ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഈ വ്യക്തിയും അപ്പാനായിട്ടുള്ള വിഷയം അവിടെ പുറത്ത് സംസാരിക്കുകയും അത് ഉൾട്ടടിക്കുകയും അതിന്റെ ഒരു ക്ലാരിറ്റി ഇപ്പോഴും പിൻസിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അവിടെ എല്ലാവരും സംസാരിച്ചൊരു കാര്യം അവസാനം റീ എൻട്രിക്ക് വന്നപ്പോൾ ഇയാളുടെ തലയിൽ തന്നെ അനുവിന്റെ തലയിലേക്ക് ആവുമായിരുന്നു. ഓക്കെ. അപ്പോ അനീഷിനോട് കാണിച്ചതും ഞാൻ കണ്ടതാണ് കേട്ടോ പറയുന്നത്. അതൊരു തമാശ മട്ടിലാണ് അനീഷിനോട് കാണിച്ചതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് പ്രപ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നു. നോ പറഞ്ഞെങ്കിലും അനുമോൾ അതിന് പറഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മളെ ഒരാൾ ഇഷ്ടമെന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ, പക്ഷെ തിരിച്ച് ഇഷ്ടപ്പെടാൻ പറയരുത്, തിരിച്ച് ഇഷ്ടമില്ല. അപ്പൊ അതൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മളെ കാണിക്കുകയും ചെയ്തു. എഡിറ്റ് ചെയ്ത സെൻസിലേക്ക് ആ ഉമ്മ വയ്ക്കുന്നത് ഇച്ചായെന്ന് വിളിക്കണം, നിങ്ങളുടെ കാര്യം നോക്കണ്ട, എന്റെ ഉത്തരവാദിത്തമാന്നൊക്കെ പറയലും അങ്ങോട്ടും ഇങ്ങോട്ടും അത് നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിലും അങ്ങനത്തെ ഒരു ഫണ്ണായിട്ട് നടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് അനുമോൾക്ക് ഇപ്പൊ അതിന്റെ ഉള്ളിൽ അനീഷിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് പറയാൻ മടിക്കേണ്ടയും പേടിക്കേണ്ടയും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് അതിലൂടെ നൂറോടെങ്കിലും പറയായിരുന്നു, അത് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ഫണ്ണി വേയിൽ പോയ സാധനം അനീഷ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് സീരിയസ് ആയിട്ട് എടുത്തു. ആൻഡ് അനീഷ് പ്രപ്പോസ് ചെയ്തു. അനീഷിനോട് ഈ കൊച്ചു പ്രപ്പോസ് ഇഷ്ടാന്ന് പറയാതിരുന്നത് നന്നായെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യമാണല്ലേ. കാരണം ആളുടെ ക്യാരക്ടർ അത് കഴിഞ്ഞ് റീ എൻട്രിയിൽ കയറിയപ്പോൾ ആൾക്കാർ ഇട്ട് വലിച്ചു കയറിയപ്പോൾ ഒന്നും മിണ്ടാണ്ടിരുന്ന ഒരു അവസ്ഥ, ഇഷ്ടാന്ന് പറഞ്ഞ് 2 മിനിറ്റിന് ജയിൽ നോമിനേഷനിലോട്ട് കൊടുക്കുക. അപ്പൊ അങ്ങനെ പല ആചാരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അനീഷ് ഭയങ്കര പാവനമായ പവിത്രമായ ഒരു മനുഷ്യൻ, അനീഷിനെ വട്ടാക്കിയിട്ട് അനുമോള് അവിടെ ഗെയിം കളിച്ചു, ആ പ്രപ്പോസൽ വരെ ഗെയിം കളിച്ചു എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു. ഇതൊക്കെ ഗെയിമിന്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെന്റലി തളർത്താനായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ പുറത്ത് ഇന്റർവ്യൂവിൽ വന്നിട്ടും പ്രവീണോടുള്ള സംഭവം, പ്രവീണോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രവീണോട് അങ്ങനെ ഒരു ക്രഷ് അപ്രോച്ച് കാണിച്ചു, ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാനത് നിങ്ങളോട് ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. കാരണം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പേഴ്സണലി. ആൻഡ് മറ്റു ചാനൽസിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ ജാസ്മിന്റെ കേസ്, അതേപോലെ പല കേസസ് ആണെങ്കിലും അങ്ങനെ ഒരു ക്രഷ് സംഭവം, അല്ലെങ്കിൽ അത് ബിഗ് ബോസ് ആരാണെങ്കിലും അത് അങ്ങനെ അതിനെ കൂടുതൽ പോപ്പപ്പ് ചെയ്ത് കാണിക്കും. പക്ഷെ ഇത് ആ സംഭവങ്ങളൊന്നും കണ്ടില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇവര് തമ്മിലുള്ള കോംബോ മാക്സിമം കാണിക്കുന്നുണ്ടായിരുന്നു. ഇവര് അനുമോള് നോക്കുന്നതും അനീഷ് അവിടെ നിൽക്കുന്ന അനുമോളുടെ അനീഷിനെ അടുത്തുനിന്ന് സംസാരിക്കാൻ അനുമോൾ അവിടെ നിന്നിട്ട് വിളിക്കുന്നതും ചിരിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. സോ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അത് കാണിക്കാം. പക്ഷെ അതൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ ഈ 3 വ്യക്തികളോടും അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിച്ചു. അപ്പൊ അനുമോൾ എന്താ കാണിക്കുന്നത്, അതാണ് ഞാൻ ചോദിച്ചെന്നാണ് പറഞ്ഞത്. തിരിച്ചു ചോദിക്കാനാണെങ്കിൽ ഇപ്പോൾ ഇവര് തമ്മിൽ ഇപ്പൊ അപ്പാനിയും ആർജെ ബിൻസിയും നല്ല ഫ്രണ്ട്സ് ആണെന്നാണ് പറയുന്നത്. ഒരാണിനും പെണ്ണിനും ഫ്രണ്ടായി ആവാൻ പാടില്ല എന്നൊന്നുമില്ല. ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ തെറ്റായി കാണുന്ന ആൾക്കാരുകളുണ്ട്. അതും ഒരു കൂട്ടം ആൾക്കാർ അവരുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. എൻഡ് ഓഫ് ദ ഡേ എവരിത്തിങ് ഈസ് കാഴ്ചപ്പാട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സാധനത്തിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ആ ഇന്റർവ്യൂല് പറഞ്ഞ മാതിരി മറ്റാൾക്കാരൊന്നും ചാച്ചന്റെ ഓട്ടോയുടെ കേസ് പറഞ്ഞപ്പോൾ ദേഷ്യപ്പെടാതെ മസ്താനി പറഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ട, അല്ലെങ്കിൽ ഓൾറെഡി മസ്താനായിട്ട് ഒരു ഉറസലുണ്ട്, ഒരു ദേഷ്യപ്പെടലുണ്ട്. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ ഇഷ്ടമുള്ളത്ത ഒരാൾ നമ്മളോട് സുഖമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അതെന്താടോ ആക്കി ചോദിക്കണം. അയാൾ ചിലപ്പോൾ മര്യാദയ്ക്ക് ചോദിച്ചതായിരിക്കും. ഈ ആക്കി ചോദിക്കുക എന്നുള്ളതല്ല നമ്മുടെ എവറിത്തിങ് ബേസ്ഡ് ഓൺ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ അനുമോൾക്ക് ആര്യനോട് ക്രഷ് ഉണ്ടായിരുന്നു. അവർ നീലിട്ടിട്ട് ഒരുമിച്ച് ഇരിക്കാൻ ഒരു വഴക്ക് പിടിച്ചിരുന്നു. അതേപോലെ അതൊന്നും ബിഗ് ബോസ് പുറത്ത് കാണിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ബിഗ് ബോസിൽ ഒരു ചെറിയ കണ്ടസ്റ്റന്റ് കുറച്ച് ദിവസം നിന്നു എന്നുള്ള എക്സ്പീരിയൻസിലും കുറച്ചു കാലം ചെറിയ രീതിയിൽ റിവ്യൂ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നതാണ്, ഇതൊന്നും ബിഗ് ബോസ് കാണിക്കാതെ ഇരിക്കത്തില്ല. ഈ ഒരു സംഭവം കാര്യങ്ങളൊന്നും കാണിക്കാതെ ഇരിക്കത്തില്ല. അത് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഹൈഡ് ആക്കി എന്നാണ് പറയുന്നത്. എന്തിന് അനുമോളെ വലിച്ചൊട്ടിക്കാവുന്ന കാര്യങ്ങളെല്ലാം മാക്സിമം ബിഗ് ബോസും പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ലാലേട്ടും നല്ല രീതിയിൽ അനുമോളോട് ചൂടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം വലിച്ചു പുറത്തോട്ട് ഇടാൻ നോക്കുന്ന സമയത്ത് ഈ ഒരു ക്രഷ് സംഭവം മാത്രം പുറത്തോട്ട് ഇടാതിരിക്കേണ്ട കാര്യം എന്തല്ല, അതിൽ എനിക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അനീഷിനോട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അനീഷിനോട് എന്താണ് ആ കൊച്ചു ചെയ്തത്? അവര് തമ്മില്
തമാശയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ആ ഒരു ഹാർട്ട് കാണിക്കലും സംഭവം എല്ലാം എനിക്ക് തമാശയായിട്ടാണ് ഫീൽ ചെയ്തത്. അതിനെ ഞാൻ പറഞ്ഞില്ല, അത് നമ്മൾ നോക്കുന്ന രീതിയാണ്. ഒരാൾ നമ്മുടെ കാഴ്ചപ്പാടാണ് എല്ലാം. അതിനെ നമ്മൾ സ്റ്റാമ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മൾ പെർസെപ്ഷൻസിനെ നമ്മൾ കേൾക്കാന്നല്ലാതെ അത് അങ്ങനെയാണെന്ന് വരുത്തുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. പിന്നെ ഇത് ഞാനൊരു റിവ്യൂവർ അല്ലെങ്കിൽ ഒരു വ്യൂവർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഇവർക്കായിരിക്കും കുറച്ചും കൂടി കാര്യങ്ങൾ അറിയുന്നുണ്ടാവുക. പക്ഷെ ഇതൊക്കെ അവർ കട്ട് ചെയ്തെന്ന് പറയുമ്പോഴാണ് നമ്മൾക്ക് പിന്നെയും ക്വസ്റ്റ്യൻ മാർക്കിലോട്ട് പോകുന്നത്. ഇപ്പോ ആര്യൻ ഗിസേൽ പൊതപ്പിഷു ക്വസ്റ്റ്യൻ മാർക്കാണ്, അനുമോള് ആര്യൻ ക്രഷ്, അനുമോള് പ്രവീൺ സാധനം ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ അനുമോൾ അനീഷ് എന്നുള്ള സംഭവം എനിക്ക് ഒട്ടും തോന്നുന്നില്ല അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് അനുമോൾ എടുത്തതാണെന്ന്. അങ്ങനെ ഒരു ചീപ്പ് ഗെയിം അനുമോൾ കളിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ആ ഒരു രീതിയിൽ തമാശയ്ക്കാണ് സംസാരിച്ചത്. പിന്നെ തിരിച്ചിഷ്ടാന്ന് പറഞ്ഞ ഇഷ്ടമല്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞു. അത് ആളിവിടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ, ആളിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞല്ലോ. അത് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ മൊത്തം അത് അവർ തമ്മിലൊരു മാച്ച് അല്ല. പുറത്തുള്ള നമ്മൾ ഗെയിം കാണുന്നതാണ്, രണ്ട് വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊട്ടും മാച്ച് അല്ല. അപ്പൊ പുറത്തിറങ്ങിയിട്ടും ഇങ്ങനെ കുറ്റം പറയുക, അതല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക, അതിനോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഇന്റർവ്യൂ നമ്മളിപ്പോ ബിഗ് ബോസ് കഴിഞ്ഞ് ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ആ സിറ്റുവേഷൻ നമ്മൾ പറയുകയും പിന്നെ നമ്മളൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു വാക്കുണ്ട്, അത് ആ സമയത്ത് ഉണ്ടായതാണ്, ആ സമയത്ത് നടന്ന സിറ്റുവേഷൻ, ആ സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും കാര്യങ്ങൾ. അപ്പൊ അത് നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. ആക്ച്വലി അതാണ് സംഭവിച്ചിരുന്നതെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇങ്ങനെ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ തുടക്കത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇങ്ങനെ സാധനം കേൾക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, എന്റെ പ്രേക്ഷകരും അത് തന്നെയാണ് ഫീൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ 3 ആൾക്കാരോടും ഇങ്ങനെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആൾക്ക് ഉണ്ടാവുന്ന ഒരു ക്യാരക്ടർ മോശമുണ്ട്. ആൻഡ് വേറൊരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്, അനുമോളെ പറ്റിയിട്ട് ഇപ്പോൾ എത്ര ആൾക്കാർ സംസാരിച്ചു, അനുമോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് PR, ഒരാൾക്കെങ്കിലും മറുപടി കൊടുത്തു? ഷി ഡോണ്ട് ഹാവ് ടൈം, ഷി ഡോണ്ട് വാണ്ട് ദാറ്റ്. ഒരാളെയും പറ്റിയിട്ട് ആശാദി പുറത്ത് കുറ്റം പറഞ്ഞിട്ടില്ല. ഇപ്പൊ പുറത്ത് വന്ന് അവിടെ ആ ഒരു ഫെയ്സൽ മലബാറിന്റെ പരിപാടിക്ക് പോയപ്പോഴും ഇത് അവിടെ അവരിപ്പോ മറ്റേ എന്താ പറയാ, കഴിഞ്ഞ എക്സ് കണ്ടസ്റ്റന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹായ് ബൈ പറഞ്ഞു, എല്ലാവരോടും ചിരിച്ചു കളിച്ച് സംസാരിച്ചു. അങ്ങനെ ഒരു റിവെഞ്ച് ഉള്ളിൽ വെച്ച് നിൽക്കുന്ന ഒരു കുട്ടിയിൽ ആൾ ഭയങ്കര പോസിറ്റീവായിട്ട് കൂളായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അനുമോൾ അതാണ് വേണ്ടത്. നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കളയുക, എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കുക, പിന്നെ കൂളായിട്ട് സംസാരിക്കുക. ആ ഗെയിം വിട്ടാൽ ഗെയിം കഴിഞ്ഞു. പിന്നെ ഉള്ളിൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ടിരുന്നാൽ അത് അവർക്ക് തന്നെയാണ് ശ്വാസം മുട്ടുന്നത്. പക്ഷെ ഈ ഒരു സീസണിൽ ഈ കുറച്ച് പേര് ഭയങ്കരമായിട്ട് ഗ്രഡ്ജ് വെച്ച് നടക്കുന്നുണ്ട്. ആൻഡ് കുറെ കാര്യങ്ങൾ ഇല്ലാത്തതും പറയുന്നുണ്ട്, ആൻഡ് കട്ട് ചെയ്തു എന്നുള്ളതും പറയുന്നുണ്ട്, എഡിറ്റഡ് വീഡിയോസിന് റിയാക്ട് ചെയ്യുന്നുണ്ട്, പഴയ ഗെയിമിന്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ പുറത്തിറങ്ങി സംസാരിക്കുന്നത്. എൻഡ് ഓഫ് ദർ റീച്ച് ആണ് ഉദ്ദേശിക്കുന്നത്. സംടൈംസ് റീച്ച് വെന്റ് ഗോൺ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകും. അപ്പൊ ഇത് ഞാൻ എടുത്തിടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് തന്നെയാണ്. 3 പേരോട് ഈ പെൺകുട്ടി എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ കൊച്ചിന് ലൈഫില്ലേ?